യേശുവിനായി ഞാൻ പാടിടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ ഞാൻ പാടും ഹല്ലേലൂയ. അഗ്നിശോധനയിലും ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. തേജസ്സിൻ പ്രത്യക്ഷതയിൽ ഞാൻ പാടും ഹല്ലേലൂയ. ആത്മാവിൻ നിറവിൽ ഞാൻ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ സ്ഥലം AJ ഹാൾ കുമാരപുരം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ലൈഫിൽ ദൈവ സാന്നിധ്യത്തോടൊപ്പം സമയം ചെലവഴിക്കണം, അതിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ നാളുകളിൽ ദൈവജനം പറയുന്നത് പോലെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ ആത്മാനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഒരുക്കമുള്ളവരായിരുന്നാട്ടെ, വലിയത് സ്വപ്നം കണ്ടാട്ടെ, ആത്മാഭിഷേകത്തിൻ്റെ നിറവിൽ നമുക്കായിരിക്കാം. ഇന്ന് കേൾക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തെ കൊണ്ടുവരട്ടെ. പുതിയ നാളുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. എന്തായിരുന്നു ജോസഫിന്റെ വാക്കുകൾ? മിസ്രയീമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അറിയിക്കണം. മിസ്രയീമിൽ അവർ കണ്ടത് മുഴുവൻ അറിയിച്ചതായിരുന്നു അവർ കേട്ട വാർത്ത. എൻ്റെ കൂടെ ഉണ്ടോ? എന്താ മിസ്രയീമിലെ കണ്ടത്? അവൻ വാഴുന്നത് കണ്ടു. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. രണ്ടാമത് എന്താ കണ്ടത്? മിസ്രയീമിലെ മഹത്വമുള്ള ധനം കണ്ടു. മിസ്രയീമിന്റെ സമ്പത്തിന്റെ ഉയർച്ച കണ്ടു. മിസ്രയീമിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ധ്യാനം ഒരുക്കി വെച്ചിരിക്കുന്ന കരുതൽ കണ്ടു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ക്ഷാമത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്റ്റോർ ഹൗസുകൾ കണ്ടു. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാവോ? പറയട്ടെ, ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറയാവോ? ചിലർക്ക് സ്റ്റോർ ഹൗസുകൾ വെളിപ്പെട്ടു വരും. ചിലർക്ക് മിസ്രയീം ഒരുക്കി വെച്ചിരിക്കുന്നു വെളിപ്പെട്ടു വരും. ചിലർക്കല്ല. ജീസസ് വേൾഡ് ആര് വിശ്വസിക്കുന്നു അവർക്കത് വെളിപ്പെട്ടു വരും. മിസ്രയീമിന്റെ മഹത്വം അന്ന് ഫറവോൻ ചെയ്തു വെച്ച ഈജിപ്തിലെ മമ്മികൾക്ക് നമ്മൾ എന്ത് വിളിക്കും? പിരമിഡുകൾ എന്ന് വിളിക്കും. അത് എപ്പോഴും ഇസ്രായേലിലെ മഹാത്ഭുതങ്ങളാണ്. അത് അവന്റെ പണത്തിന്റെ മഹത്വമാണ്. ഇതുവരെയും അതിനെ ബീറ്റ് ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല. സ്വർഗം പറയുവാ, അത് നിന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുമെന്ന. മിസ്രയീമ്യരുടെ ജ്ഞാനവും, ഞാൻ ആ വാചകം ഉപയോഗിക്കുക, മിസ്രയീമ്യരുടെ ജ്ഞാനവും സമ്പത്തും ഇതാ നിന്റെ കാൽക്കീഴിൽ ദൈവം നിനക്ക് തരും. മിസ്രയീമിന്റെ സമ്പത്തും ജ്ഞാനവും നിന്റെ കാൽക്കീഴിൽ ദൈവം തരും. ഇത് നിന്നോടുള്ള പ്രവചനമാണ്. ഇതാ 2025 മഹത്വമുള്ളത് കാണാൻ പോകുന്നു.
മഹത്വമുള്ളത് കാണാൻ പോകുന്നു. രഥങ്ങളാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ മുകളിലോട്ട് വായിച്ചാൽ അറിയാം, ഇസ്രായേലിന് കയറാൻ ഒരു രഥം, അവന്റെ കുഞ്ഞുകുട്ടികൾക്ക് കയറാൻ ഒരു രഥം എന്ന് പറഞ്ഞാൽ അവന്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രഥം അയച്ചിട്ടാണ് ജോസഫ് ആളെ വിട്ടത്. നിന്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടതുകൂടെ ഇതാ റിസ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇസ്രായേലേ, നീ യാത്ര ചെയ്ത വാഹനമേതാ? കഴുതയാണ് വാഹനം. ഇപ്പോൾ നീ കേറാൻ പോകുന്ന വാഹനം ഏതാ? അവൻ പറയും രാജകീയ വാഹനം. കഴുതയിൽ നിന്ന് രഥത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ. വേണ്ടവർക്ക് ആമേൻ പറയാം. കഴുതയിൽ നിന്ന് രഥത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ. ചെറിയ വാഹനങ്ങളിൽ നിന്ന് ഉയർന്നതിലേക്ക് ഒരു ട്രാൻസ്ഫർ. ജോസഫ് എവിടെയാ താമസിച്ചേ? ഒരു ചെറിയ വീട്ടിൽ. ഇപ്പൊ എവിടെയാ താമസിക്കാൻ പോകുന്നത്? കൊട്ടാരത്തിനകത്ത്. ഒരു ട്രാൻസ്ഫർ. ഏത് ദേശത്തേക്കാ പോകുന്നത്? തന്റെ മൃഗങ്ങൾക്ക് വേണ്ടത് മുഴുവനുള്ളത്, സമ്പൽ സമൃദ്ധിയുടെ രാജ്യം. അവിടേക്കാണ് നീ പോകുന്നത്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. ആരെങ്കിലും കൂടെ ഉണ്ടോ? ചൈതന്യം വന്നപ്പോൾ കണ്ടതാണ്. ചൈതന്യം വീണ്ടെടുക്കുന്നവർക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഒരു ദൂത് കൂടെ. ബൈബിളിൽ പറയുന്നു, ക്രിസ്തു യേശു കാൽവറിയിൽ മരിച്ചു. ആ മരണം പ്രസംഗിക്കുന്നിടത്ത് ഉണർവ് നടക്കും. പാപബോധം കൊണ്ട് ഉണർവ് നടക്കും. പിന്നീട് നടന്ന ഉണർവ്, യേശു ഉയർത്തെഴുന്നേറ്റു. അത് ശക്തിയുടെ ഉണർവായിരുന്നു. ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ച ഇടങ്ങളിൽ ഉണർവ് നടന്നു. ആദ്യത്തെ പ്രസംഗങ്ങൾ കാൽവറിയിലെ ക്രൂശായിരുന്നു. ആ ക്രൂശ് നിമിത്തം ഉണർവ് നടന്നു. രണ്ടാമത്തെ പ്രസംഗങ്ങൾ കാൽവറിയിലെ ഉയർപ്പായിരുന്നു. അവിടെയും ഉണർവ് നടന്നു. പക്ഷേ മൂന്നാമത്തെ ഉണർവ് എവിടെയാണെന്നറിയോ? അവൻ വാഴുന്നു. യേശു വാഴുന്നു. ഇത് ബൈബിളിലുണ്ടോ? 52 അധ്യായം 7 വാക്യം. യെശയ്യാവ് സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം. ശ്രദ്ധിച്ചോണേ. സമാധാനം, നന്മ, രക്ഷ. ആദ്യത്തെ 3 സ്ഥലങ്ങളാണ്. സമാധാനം, നന്മ, രക്ഷ. അടുത്ത വലം പറയുക, ദൈവം വാഴുന്നു. നാലാമത് വരുന്നത് വാഴ്ചയാണ്. സഭ. ദൈവം വാഴുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? ഹല്ലേലൂയ. ഹേരോദാവ് ഒരു ദൂതന്റെ അടി കൊണ്ട് കൃമിക്കിരയായി. സഭയ്ക്കകത്ത് ഭയം വന്നു. അനന്യാസ് കള്ളം പറഞ്ഞതേ ഉള്ളൂ, മരിച്ചു വീണു. സഭയ്ക്കകത്ത് ഭയം വന്നു. സ്ലേവയുടെ പുത്രന്മാർ ഭൂതത്തെ കയറി പിടിച്ചു. അവനെ തുണി ഉരിഞ്ഞ് അന്നാനാവിശേഷമാക്കി നാട്ടിലൂടെ ഓടിച്ചു. വിവരം അറിഞ്ഞു. എൻ്റെ യേശുവിൻ്റെ നാമം പറഞ്ഞ ചിലരോട്, യേശുവിൻ്റെ നാമത്തെ ദുഷിച്ച ചിലരോട്, സ്ലേവയുടെ മക്കളോട് ദൈവം തുണി ഉരിഞ്ഞ് അവനെ നാനാവിധമാക്കിയെങ്കിൽ അതിന്റെ പേരാണ് വാഴുക. വാഴുക. പ്രിയരെ, ഈ 2025 ഞാൻ വിളിച്ചു പറയുന്നു, ശ്രദ്ധിക്കേ. ദൈവം വാഴുന്നു എന്ന ഈ 25 തീരുന്നതിനേക്കാൾ മുമ്പ് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അറിയും. യേശു വാഴുന്നു. നീതിമാനായ ഒരുവൻ വാഴുന്നു. എന്റെ ദൈവം വാഴുന്നു. He is reigning. He is ruling. He is reign. സമാധാനം മാത്രമല്ല സുവിശേഷമായിരുന്നത്, രക്ഷ മാത്രമല്ല സുവിശേഷമായിരുന്നത്, നന്മ മാത്രമല്ല സുവിശേഷമായിരുന്നത്. അടുത്തത് വാഴുക എന്നതും സുവിശേഷമാണ്. എൻ്റെ ദൈവം തിരുവനന്തപുരത്ത് വാഴും, എറണാകുളത്ത് വാഴും, ഈ പട്ടണങ്ങളിൽ വാഴും, കേരളത്തിൽ വാഴും, ഇന്ത്യയിൽ വാഴും.
വാഴുന്നവനെ. സഭ എന്നോടൊപ്പം പറയണം, കർത്താവേ, ജീസസ് വേൾഡിൽ യേശുവേ അങ്ങ് വാഴാൻ. ആ കൈകളടിച്ചതിനെ റിസീവ് ചെയ്തേ. We agree, Lord. നിനക്ക് വാഴാം, നിനക്ക് വാഴാം. ഞാനിന്ന് ന്യൂ ഇയറിന്റെ മെസ്സേജ് തുടങ്ങി വെക്കുവാ. 2 വാക്യം ഞാൻ വായിച്ചുള്ളൂ, അറിയാമോ നിങ്ങൾക്ക്? ബാക്കി എൻ്റെ ഇടയിലുള്ള ഫുൾഫില്ലിംഗ് പോയി, അത് വാക്യം വായിച്ചാൽ തീർന്നു പോകും. അടുത്ത ആഴ്ചയും കൂടെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് മുതൽ പ്രവചിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. പ്രവചിക്കുക എന്ന് പറയുന്നത് പ്രസൻസും ദൈവവും എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ അവനോടൊപ്പം നടക്കാൻ പോകുകയാണ്. എന്താ നിങ്ങൾ കൈയടിക്കാതെ? My Lord is reigning. My Lord is ruling. സഭയോട് നമ്മുടെ ദൈവം എവിടെ എന്ന്, നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ലോകം ചോദിക്കുന്നിടത്ത് നമ്മൾ പറയാൻ പോകുന്നത് അവൻ വാഴുന്നു. കാണ്, അവൻ വാഴുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, കാണ്, അവൻ വാഴുന്നു. ജോസഫ് കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞു, സമാധാനത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിന്റെ അടുത്തിൽ ഒരു ജോലിക്കാരനായി ജീവിക്കുന്നു എന്ന് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേലിന് ചൈതന്യമൊന്നും വരത്തില്ല. ചൈതന്യം വന്നത് അവൻ വാഴുന്നത് കേട്ടപ്പോഴാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് സ്വർഗത്തിൽ പോകാ. വാഴുന്നവനെ കാണാതെ 2025 ക്രോസ് ചെയ്യത്തില്ല. We will see who is my ruler, the ruler Jesus. We will meet. Oh, യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പേഴ്സണലായ എന്തെങ്കിലും സങ്കടങ്ങളോ വേദനകളോ ഉള്ളവർ ആ വലത്തെ കരങ്ങളും ഉയർത്തിയിട്ട് പറ, കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞു മഞ്ഞു മൂടിക്കിടക്കും. നീ ഞങ്ങളോട് പറഞ്ഞു താമര പോലെ പൂത്തുലയും. കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞു ലെബനോൻ പോലെ വേരൂന്നും. കർത്താവേ, നീ ഞങ്ങളോട് പറഞ്ഞു നീ വാഴാൻ പോകുകയാണ്. ഇത് ഞങ്ങളുടെ ലൈഫിൽ ഈ പകൽ മുതൽ സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വൈകുന്നേരം ഞാൻ ഉറങ്ങണേക്കാൾ മുമ്പ് ചിലത് ഞാൻ വിശ്വസിക്കുന്നു. It is going to happen. Thank you, Jesus. Thank you, Jesus. Not tomorrow, Lord. Today itself we want to see, Lord. ഇന്ന് കാണണോ അപ്പാ, ഇപ്പൊ കാണണോ അപ്പാ. കൈയടിക്കേ ആമീൻ പറ. ഇന്ന് കാണണോ അപ്പാ, പറ. അവൻ വരാൻ താമസിക്കുകയില്ലെന്നല്ല, അവൻ വന്നിരിക്കുകയാണ്, അവൻ വാഴുകയാണ്. Come on, ആരാധിക്കേ, യേശുവിനെ ആരാധിക്കേ, ദൈവശക്തി അനുഭവിക്കേ. വാഴുകയാണ് അവൻ. വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒന്നുകൂടെ പറ, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ കൂടെ, വാഴുന്നേ വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ കൂടെ, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു, വാഴുന്നേ എൻ യേശു. ഒരിക്കൽ
വാഴുന്നേ വാഴുന്നേ പറ വാഴുന്നേ 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 പറ വാഴുന്നേ 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 പറ വാഴുന്നേ 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 എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ 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 come on വാഴുന്നേ 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 സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ പറ സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ ഒരിക്കൽ കൂടെ സകല സൈന്യാധിപൻ രാജാതിരാജാവ് ആയവൻ ഒരിക്കൽ കൂടെ സകല സൈന്യാധിപൻ രാജാതിരാജാവ് സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നവൻ സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു ഒരിക്കൽ കൂടെ സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നു സകലത്തെയും തന്റെ വചനത്താൽ സൂക്ഷിക്കുന്നു വാഴുന്നേ 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 യേശു വാഴുന്നേ എന്നെ വഴി വാഴുന്നു എന്നേശു വാഴുന്നു എന്നേശു ഒരിക്കൽ കൂടെ വാഴുന്നു എന്നേശു വാഴുന്നു എന്നേശു ഓ വാഴുന്നേ 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 ഓ വാഴുന്നേ 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 വാഴുന്നു എന്നേശു വാഴുന്നു എന്നേശു വാഴുന്നു എന്നേശു വാഴുന്നു എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ എന്നേശു വാഴുന്നേ എന്നേശു ഞാൻ നിങ്ങളെ നോക്കുമ്പോഴേ നിങ്ങളുടെ പലരുടെയും മുകളിൽ മഞ്ഞ് മൂടി കിടക്കുന്ന എനിക്ക് കാണാം നിങ്ങളുടെ തലയിൽ ചിലരുടെ കിരീടങ്ങൾ ഇരിക്കുന്നത് കാണാം ചിലരുടെ കൈകളിൽ അധികാരത്തിന്റെ വാള് കാണാം ചില ആളുകളെ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഈ കുഞ്ഞുങ്ങൾ നഷ്ടമായ കരടിയെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗംഭീരമായി നിൽക്കുന്നത് കാണാം ചിലർ വാശിയോടെ എഴുന്നേൽക്കുന്നത് കാണാം ഇതുവരെ തോറ്റുപോയെടുത്തുനിന്ന് എഴുന്നേൽക്കുന്നു ഇതുവരെ തകർന്നു പോയെടുത്ത് എഴുന്നേൽക്കുന്നു വാഴുന്നവൻ നിന്റെ കൂടെ മഞ്ഞിനാലും സൗന്ദര്യത്താലും ആരോഗ്യത്താലും ദൈവം നമ്മെ നിറയ്ക്കുന്ന ദിവസങ്ങളാണിത്. നമ്മളെ തൊടുന്നവർ അത് അനുഭവിക്കുന്നു, അല്ല നമ്മുടെ സമീപത്ത് വരുന്നവർ ആ മഞ്ഞിൻ്റെ അനുഭവത്തെ ആസ്വദിക്കുന്ന കാലങ്ങളായി കർത്താവ് ഈ നാളുകളെ മാറ്റുകയാണ്. ദൈവസഭ ചൈതന്യത്തിൻ്റെ ദിവസത്തിലേക്ക്, ചൈതന്യത്തിൻ്റെ നാളുകളിലേക്ക് വന്നിരിക്കുന്ന ദിവസങ്ങളാണ്. നമുക്കതിലായിരിക്കാം, അതിൽ എൻജോയ് ചെയ്യാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. അമ്മയുടെ പേര് ശ്രീദേവി, അടൂരിൽ നിന്ന് വരുന്നു. അമ്മ പറയുന്ന അമ്മയ്ക്ക് 3-4 മാസമായിട്ട് അതികഠിനമായിട്ടുള്ള മുട്ടുവേദനയായിരുന്നു, നടക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തെ നമ്മുടെ ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു, ബ്രദർ പ്രാർത്ഥിച്ചു, ആ നിമിഷം മുതൽ പൂർണ്ണമായി സൗഖ്യമായെന്ന് അമ്മ പറയുന്നു. അമ്മയുടെ മുട്ടുവേദന മാറി. എത്ര നാളുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു?
3-4 മാസം കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ബ്രദർ, ഈ അമ്മയുടെ പേര് ഉഷ, അടൂരിൽ നിന്ന് വരുന്നു. അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ശരീരത്തിലെ ഞരമ്പെല്ലാം ചുരുങ്ങുമായിരുന്നു. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ച കാര്യമാണ്. ഓക്കെ എനിക്ക് ഓർമ്മയുണ്ടത്. ഓക്കെ, കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് ബ്രദർ പറഞ്ഞു ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അമ്മ പറയുന്നത് സൗഖ്യമായി എന്നാണ്. അമ്മയ്ക്ക് എന്തുവായിരുന്നു അമ്മയെ പ്രയാസം? അമ്മ തന്നെ പറ. എനിക്ക് 2023 എനിക്ക് രാത്രിയായപ്പോൾ ഒരു സംസാരിക്കാൻ വയ്യാതെ സ്ട്രോക്ക് വന്ന് സംസാരിക്കത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ എന്നെ തളർത്തി കിടത്തല്ലേ, എന്റെ ഭർത്താവ് തളർന്നു പോയതാണ്. ഞാൻ ചോദിക്കുന്നത്, അമ്മ അടൂരിൽ നിന്നാണ് വരുന്നത്. അമ്മയ്ക്ക് അന്ന് മുതൽ എന്തോ വ്യത്യാസമുണ്ട്? അപ്പൊ ഞാൻ നടക്കുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഒത്തിരി നടന്നു പോകുമ്പോ ഒരു ഞരമ്പ് കയറി പിടിക്കും. മുന്നോട്ട് നമ്മളെ തള്ളിപ്പോവും. അപ്പൊ ദൈവം എന്നെ മുന്നോട്ട് മുഖം ഇടിക്കാൻ സമ്മതിക്കത്തില്ല, കറക്കിയിടും. അങ്ങനെ അടൂർ സ്റ്റാൻഡിൽ 2 പ്രാവശ്യം വീട്. ഞാൻ ചോദിക്കുന്ന, അമ്മയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താ സൗഖ്യം ഉണ്ടായി? ആ ഞരമ്പിന്റെ പിടുത്തം ഇപ്പൊ അങ്ങ് മാറി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച ഒരു സന്തോഷമുള്ള കാര്യമോ? ഒന്നുകൂടെ ചുണയായിട്ട് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ ആ പിടിച്ചു നിൽക്കുന്ന പോലുള്ള കാലിന്റെ ദേഹത്ത് വരുന്ന പിടുത്തം മാറിപ്പോയി. ഇപ്പൊ വീഴത്തേ ഇല്ല. 1 മാസം കൊണ്ട് അങ്ങനെ മുന്നോട്ടും പോകുന്നില്ല. നേരത്തെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വീടുമായിരുന്നു. നടപ്പി നമ്മളൊക്കെ വീട് പോകും. ആ വീഴുന്നത് 1 മാസമായിട്ടില്ല. ഒരു നല്ല കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അത് അമ്മയുടെ കാലിലെ ഞരമ്പുകൾക്കുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു. അത് പൂർണ്ണമായിട്ട് മാറി. അത് സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ സന്തോഷത്തോടെ. ബ്രദറെ, ഈ അമ്മയുടെ പേര് ഓമന, പന്തളത്തു നിന്ന് വരുന്നു. ഈ അമ്മയ്ക്ക് 3 അത്ഭുത സാക്ഷ്യമാണ് പറയുവാനുള്ളത്. ഒന്ന്, സുധിയെന്ന് പറയുന്ന മോന് കൈയുടെ മുട്ടിന് മുഴയുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ അമ്മ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അത് പൂർണ്ണമായും മാറിപ്പോയെന്നാണ് ഈ അമ്മ സാക്ഷീകരിക്കുന്നത്. രണ്ടാമതായിട്ട്, സുധി എന്ന് പറഞ്ഞ മോനെ കയ്യിൽ മുഴയുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയി. സത്യമാണോ? സത്യം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. രണ്ടാമത് പറയുന്നത്, ഈ അമ്മയുടെ യൂട്രസ് എടുത്തു കളഞ്ഞതായിരുന്നു. അന്ന് മുതൽ ഈ അമ്മയ്ക്ക് സഹിക്കാൻ മേലാത്ത വയറുവേദനയായിരുന്നാണ് പറഞ്ഞത്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ മാസം ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു. ബ്രദർ അങ്ങോട്ട് വിളിച്ച് ഈ അമ്മയോട് പറഞ്ഞു, വേദനയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഈ അമ്മ പറയുന്നത്, അന്ന് പ്രാർത്ഥിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും ആ വേദന ഉണ്ടായിട്ടില്ല, പൂർണ്ണ സൗഖ്യത്തോടെയാണ് അമ്മ ആയിരിക്കുന്നതെന്നാണ് സാക്ഷീകരിക്കുന്നത്. ഇനി അടുത്തത് ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞു. മൂന്നാമത്, ഈ അമ്മയുടെ കൊച്ചുമകളാണ് സുരഭി. ഈ കുഞ്ഞിന് കൗണ്ട് കൂടുതലായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് തന്നെ നമ്മുടെ മെർക്കസ് നോർമൽ വിളിച്ചു, വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പൂർണ്ണമായ സൗഖ്യത്തോടെ അമ്മ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വന്നെന്നാണ് സാക്ഷീകരിക്കുന്നത്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവശബ്ദം ആണ് കേൾക്കുന്നതെന്ന് ഉറപ്പോടെ ഒരു വ്യക്തി ഇതിനെ സ്വീകരിക്കുന്നെങ്കിൽ, ദൈവം ചിലത് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ അവൻ നമ്മളോട് അറിയിക്കുകയാണ്. അതിനൊപ്പം സ്റ്റെപ്പ് വെച്ചാട്ടെ, അതിനോടൊപ്പം ചലിച്ചാട്ടെ, വലിയ അത്ഭുതങ്ങളെ കാണാം. കർത്താവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ, വലിയ അത്ഭുതങ്ങൾ കൊണ്ടും വലിയ നന്മകൾ കൊണ്ടും കർത്താവെ ചിലതിലേക്ക് ഒരുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഓരോ വ്യക്തികളുമാകട്ടെ അപ്പാ. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളും ചിലതിലേക്ക് ഒരുങ്ങട്ടെ അപ്പാ. കർത്താവ് ചെയ്യാൻ പോകുന്ന ആ നാളുകളിലേക്ക് ഇവർ ഓരോരുത്തരുമായി തീരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. എനിക്ക് ചില വ്യക്തികളെ കാണാം, അവരുടെ ശരീരത്തിൽ കാലാവസ്ഥ വ്യതിയാനത്താൽ ഉണ്ടാകുന്ന വിണ്ട് കയറുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് കാൽപാദങ്ങളിൽ സ്കിന്നിന് പ്രയാസത്തോടായിരിക്കുന്ന ചിലരെ കാണാം. കർത്താവ് ആ വ്യക്തികളെ സൗഖ്യമാക്കുക, കർത്താവ് ആ വ്യക്തികളെ സൗഖ്യമാക്കുക. ദൈവത്തിൻ്റെ അത്ഭുത കരം അവരനുഭവിക്കുക. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ, കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ നാളുകളിൽ ദൈവം ചിലരുടെ ലൈഫിൽ
സമാധാനത്തെ പകരുകയാണ്. വിശ്വാസത്തിൽ വന്നു, പക്ഷേ വീട്ടിലായിരിക്കുന്ന ചിലർ ഇപ്പോഴും ദുശീലങ്ങളിൽ അടിമപ്പെട്ടാണ് ആയിരിക്കുന്നത്. അവരുടെ ലൈഫിലൊരു മാറ്റവുമില്ല, ജീവിതത്തിലൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത സമയങ്ങൾ. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, ചിലതിനെ കർത്താവ് ക്രമീകരിക്കുന്നു, ചിലതിനെ നേരെയാക്കുന്നു. ഇതുവരെ ആയിരുന്ന കാലം കഴിയുകയാണ്, ഇനി ഒരു പുതിയതിൻ്റെ തുടക്കം. ആത്മസാന്നിധ്യത്തോടൊപ്പമായിരിക്കുന്ന ചിലതിനെ അനുഭവിക്കുന്നത് കാണാം. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അപ്പോൾ അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുന്ന് ചെയ്യുന്ന അവിടുത്തെ വൻ കാര്യങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വലിയ അത്ഭുതങ്ങളിലും കർത്താവിൻ്റെ സ്നേഹത്തിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.